എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന അടിപൊളി സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. സ്പീഡ് ട്രീ എന്നാണ് ഇതിന്റെ പേര്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ട്രീ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണെന്നല്ലേ. ഇത് വിൻഡോസിൽ അവൈലബിൾ ആണ്, അതേപോലെ തന്നെ മാക്കിലും അവൈലബിൾ ആണ്. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്ന ട്രീ നമുക്ക് ഏത് സോഫ്റ്റ്വെയർ, ഒരു അൺറിയൽ എഞ്ചിൻ, സിനിമ 40, മായ, ബ്ലെൻഡർ, മാക്സ്, ഇതിലേക്ക് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. FBX ഫോർമാറ്റിൽ അങ്ങനെ അല്ലാതെ തന്നെ അവർ സെപ്പറേറ്റ് ഓരോ ഏത് സോഫ്റ്റ്വെയറിലേക്കാണോ അതിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സീൻ ക്രിയേറ്റ് ചെയ്യാൻ അതൊരു ട്രീ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി വരുന്നത് അല്ലേ. അതെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ഡൗൺലോഡ് ചെയ്തോ അല്ലെങ്കിൽ മെഗാസ്കാൻ എന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ റിപ്പീറ്റേഷൻ ആവില്ല, എല്ലാ വീഡിയോസിലും ഒരേ ട്രീ ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് വെറൈറ്റി ട്രീകളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ട്രീയുടെ ട്രങ്കുകളും ചില്ലകളും ശാഖകളും ഒക്കെ വളച്ച് തിരിച്ച് ഇലകളൊക്കെ പ്രത്യേക ടെക്സ്ചറിങ് കൊടുത്ത്, മരത്തിന് വേറെ ടെക്സ്ചറിങ്, വേറെ വളവ് തിരിവൊക്കെ കൊടുത്ത് അടിപൊളി ചെയ്യാം. ഇനി അധികം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. നേരെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു. ഞാൻ പറഞ്ഞ പോലെ വിൻഡോസിലും മാക്കിലും അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു ഇന്റർഫേസ് ആണ് കിട്ടുക. ഇവിടെ റീസെന്റ് ഉണ്ടാവും, നമ്മൾ നേരത്തെ ചെയ്ത ഫയലുകൾ ഉണ്ടാവും. പിന്നെ അതുപോലെ ന്യൂ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ സാമ്പിൾ ഉണ്ട്, സാമ്പിൾ VFX-നുണ്ട്, ഗെയിമിനുണ്ട്, പിന്നെ ലേണിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നോക്കി നമുക്ക് ലേൺ ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ള കാര്യം ഇവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു എന്താ പറയുക ഒരു ട്യൂട്ടോറിയൽ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ കുറച്ച് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, പുതിയ ട്രീകൾ. അപ്പോൾ ഞാനിതിൽ ഒരു ന്യൂ ട്രീ തന്നെ എടുക്കുകയാണ്. ന്യൂ ട്രീയിൽ ഈ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ അതേ എഫക്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പുതിയൊന്ന് ക്രിയേറ്റ് ചെയ്യുക അല്ലേ. ഇതിൽ ഗെയിമിൽ ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ VFX ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ VFX-ൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ബ്ലാങ്ക് ക്രിയേറ്റ് ചെയ്യാണ്. ഈ പുല്ലൊക്കെ ക്രിയേറ്റ് ചെയ്യാട്ടോ, കണ്ടോ പുല്ല്, ചെറിയ ചെറിയ ചെടികളൊക്കെ ക്രിയേറ്റ് ചെയ്യാട്ടോ, വള്ളിപ്പടർപ്പുകൾ, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ബ്ലാങ്ക് പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ പ്രൊജക്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇന്റർഫേസ് ഉണ്ടോ, സാധാ 3D സോഫ്റ്റ്വെയറിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഇന്റർഫേസ് തന്നെയാണ് വന്നത്. നമുക്ക് ലെഫ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചുറ്റുഭാഗം റൊട്ടേറ്റ് ചെയ്യാം. അതുപോലെ മേലേക്ക് താഴേക്ക് ഇങ്ങനെയുള്ള വ്യൂ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് പാൻ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആൾട്ട് മാക്കിലാകുമ്പോൾ ഓപ്ഷൻ കീ പ്രസ് ചെയ്യുക, എന്നിട്ട് ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വെക്കാം. ഇനി ആൾട്ട് പ്രസ് ചെയ്യാതെ ആണ് ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് മിഡിൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ അല്ലേ, സെയിം രണ്ടും ഒരേ എഫക്റ്റ് ആണ് കേട്ടോ. പിന്നെ റൈറ്റ് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻസ് ആണ്. പിന്നെ മിഡിൽ ബട്ടൺ മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും തിരിച്ചു കഴിഞ്ഞാൽ സൂം ഔട്ട് ആണ് കേട്ടോ, സൂം ഇൻ സൂം ഔട്ട്. ഓക്കെ അല്ലേ, ഇതിങ്ങനെ ഇങ്ങോട്ടെങ്കിലും കളഞ്ഞു പോയിരുന്നത് നമ്മൾ മീൻസ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വെച്ച് ഇതിനെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് എവിടെയെങ്കിലും അടിച്ചു കൊടുത്താൽ സാധനം റിട്ടേൺ വന്നോളൂ കേട്ടോ. ഓക്കെ, സിമ്പിൾ അല്ലേ. ഇനി നമുക്ക് ട്രീനെ ക്രിയേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ആഡ് എന്നുള്ളൊരു ബട്ടൺ കണ്ടോ, ഈ ആഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ട്രങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ട്രങ്ക് എന്ന് പറഞ്ഞാൽ മരത്തിന്റെ തടി. ഓക്കെ അല്ലേ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഒരു ട്രങ്ക് ക്രിയേറ്റ് ആവും. ഓക്കെ അല്ലേ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരാളെ ചിത്രം കാണാൻ പറ്റും. ഇതാണ് ഈ ട്രങ്കിന്റെ വലിപ്പത്തിനെ സൂചിപ്പിക്കുന്നത്. ഒരാൾ ഏകദേശം ഒരു 1.5-2 മീറ്ററിന്റെ അടുത്തുള്ള ഒരാളായിരിക്കും. 2 മീറ്റർ ഒന്നും ആളുണ്ടാവില്ല അല്ലേ. ഒരു 1.80 ഒക്കെ വരുന്ന ഒരാളായിരിക്കാം, 1.60, 1.80 ഒക്കെ വരുന്ന ആളായിരിക്കാം. അതിന്റെ മേലോട്ടേക്കുള്ള ട്രീ സെറ്റ് അല്ലേ. ഇനി നമുക്ക് ഈ ട്രീക്ക് ചെറിയ വളവും തിരിവ് കൊടുക്കണമെങ്കിൽ ആദ്യം തന്നെ ട്രീയിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ട്രീയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞൊരു വിൻഡോ കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ഒരുപാട് ഓപ്ഷൻസ് കാണാം അല്ലെ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് ഇവിടെ ലാസ്റ്റ് ആയിട്ട് കാണുന്ന ഫ്രീ ഹാൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ട്രീൻ്റെ അതുകൊണ്ട് ഇതുപോലൊരു സംഭവം അപ്പിയർ ആവും. പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് വളച്ച് കഴിഞ്ഞാൽ കണ്ടോ അതുപോലെ വളയും. നമുക്ക് വേണ്ട ദിശയിൽ വളച്ച് വെക്കാം. പിന്നെ ഇതിൻ്റെ ഇവിടെ അല്ല വളവ് വരണ്ടെങ്കിൽ ഈ ഇവിടേക്ക് കണ്ടോ, ഇത് പിടിച്ച് താഴേക്ക് വലിക്കുക. അപ്പോൾ ഇവിടെയാണ് വളവ് വരണ്ടെങ്കിൽ ഇവിടെ വളയ്ക്കുക കണ്ടോ. ഇനി ഇത് താഴേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ മഞ്ഞ സംഭവം പിടിച്ചിട്ട് വലിച്ചാലും മതി, ഇത് പിടിച്ച് വലിച്ചാലും മതി. ഇനി ഇവിടെ എത്താൻ നേരത്ത് ഇവിടേക്ക് ഒരു വളവ് വരണം അല്ലേ. ഇങ്ങനെ ഒരു മരമാണ് നമ്മുടെ സങ്കല്പത്തിലുള്ളത് കരുതുക. ജസ്റ്റ് ഒരു മരം, ഇപ്പോൾ ഇവിടെ പുഴയൊക്കെ ആണെങ്കിൽ പുഴയിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്ന ഒരു മരം സെറ്റ് അല്ലേ. ഈ മരത്തിന് ചില്ലകൾ കാണാം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഈ ജനറൽ തന്നെ വരിക, എന്നിട്ട് ഇവിടെ ആഡ് ബട്ടണിൽ വീണ്ടും വന്നു കഴിഞ്ഞാൽ ബ്രാഞ്ച് എന്നൊരു ഓപ്ഷൻ ആണ്. ബ്രാഞ്ച് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു ബ്രാഞ്ച് കിട്ടി അല്ലേ. അപ്പോൾ നമുക്കൊരു ബ്രാഞ്ച് പോലെ കൂടുതൽ ബ്രാഞ്ചുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ പുറത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ചിൽ തന്നെ ക്ലിക്ക് ചെയ്യാം കേട്ടോ. ബ്രാഞ്ചിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാഞ്ചിൻ്റെ ഈ ഓപ്ഷൻസിൽ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ്റെ അകത്ത് ഇവിടെ കണ്ടോ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമ്പേഴ്സ് കണ്ടോ, നമ്പേഴ്സിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് ഇവിടെ എത്ര കൊമ്പാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമ്പേഴ്സ് ഉള്ള ഇവിടെ എത്ര എണ്ണം വേണമെന്നുള്ളതാണ്. അവിടെ നമ്മൾ 5 കൊടുത്തു കഴിഞ്ഞാൽ 5 ചില്ലകൾ നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ. അപ്പം നമുക്ക് 5 ചില്ലകൾ കിട്ടിയില്ലേ. ഇനി 5 ചില്ലകൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് നല്ലൊരു പൊസിഷൻ കിട്ടുന്ന രീതിയിൽ വെക്കാം. ഇനി എനിക്കിപ്പോൾ തോന്നുകയാണ് ഈ 2 ചില്ല ഒരു സ്ഥലത്ത് വേണ്ട, ഒരു ചില്ല ഇങ്ങനെ മേലോട്ടേക്ക് മതി എന്നാണെങ്കിൽ ഈ ചില്ലയിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ അല്ലെ, ചില്ലയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ചില്ലകളും ക്ലിക്ക് ആവും അല്ലേ. ഇനി ഇവിടെ ജനറേറ്റർ എന്നുള്ള ഈ ഓപ്ഷൻ തൊട്ട് നോഡ് എന്നുള്ള ഓപ്ഷൻ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോഡിലേക്ക് മാറിയിട്ടോ. പിന്നെ നമുക്ക് ഇവിടെ പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ മേലോട്ടേക്ക് എടുത്തേക്കാൻ പറ്റും കണ്ടോ. ഒരു കൊമ്പും കൂടെ ഒരു ചില്ലയും കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇതേപോലെ തന്നെ ചില്ലയിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക,
ജനറേറ്റേഴ്സിൽ വരിക. അപ്പോൾ നമുക്ക് 5 നേരത്തെ നമ്മൾ കൊടുത്തേക്കുന്നത്. ഇവിടെ ഓളിൽ വരണം കേട്ടോ. ഓളിൽ വന്നു കഴിഞ്ഞാൽ 5 കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് 10 വേണമെങ്കിൽ 10 എന്ന് കൊടുക്കാം കേട്ടോ. പിന്നെയും എക്സ്ട്രാ ചില്ലകൾ വരും. അപ്പോൾ നമുക്ക് എത്ര ചില്ലകൾ വേണോ അത്രയും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഈ ചില്ലയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്കിത് സബ് ബ്രാഞ്ചുകൾ വേണം, ചെറിയ ചെറിയ ചില്ലകൾ അല്ലേ, എന്നാലല്ലേ അതിൻ്റെ അകത്തൊരു നാച്ചുറാലിറ്റി വരുള്ളൂ. അപ്പോൾ വീണ്ടും ആഡ് കൊടുക്കുക. അതിൻ്റെ അകത്ത് വീണ്ടും നമുക്ക് ബ്രാഞ്ച് തന്നെ കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ബ്രാഞ്ചുകൾ വരും. അതും ഒരു നമ്പറാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 5 കൊടുത്തേക്കാം അല്ലേ. അപ്പോൾ കണ്ടോ, നല്ല വൃത്തിയിലുള്ള ഒരു ട്രീ കിട്ടും. ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ ഒരുപാട് ചില്ലകൾ എക്സ്ട്രാ ഉണ്ടോയെന്നൊരു തോന്നൽ വരും. ഒരിക്കലും സംശയിക്കേണ്ട. ഇത്രയും ചില്ലകൾ ഉണ്ടെങ്കിൽ നമുക്ക് ലീഫ് ഇടുന്ന സമയത്ത് ഭംഗി ഉണ്ടാവും കേട്ടോ. വേണമെങ്കിൽ ഇനിയും എണ്ണം കൂട്ടാം. ഈ സബ് ബ്രാഞ്ചുകളിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ആഡ് കൊടുത്തിട്ട് ബ്രാഞ്ചുകൾ കൊടുക്കുക. അതും ഒരു 20 ടൈംസ് 20 കൊടുക്കുക. കണ്ടോ, ഇത്രയും ചില്ലകൾ വന്നു കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഇലകൾ ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഭംഗി ഉണ്ടാവുള്ളൂ. നല്ല അടിപൊളി ഒരു മരമല്ലേ കിട്ടിയേക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇല ആഡ് ചെയ്യണം അല്ലേ. ഇല അത് നമ്മൾ എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ചെറിയ ചില്ലയിൽ ക്ലിക്ക് ചെയ്യാം. ഈ ചെറിയ ചില്ലയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ലാസ്റ്റ് വരുന്ന ആ ചില്ലയാണ് കേട്ടോ. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം വീണ്ടും ആഡിൽ വരിക. ലീഫ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ, ലീഫ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് എല്ലാ ചില്ലയിലും 1-2 ലീഫുകളൊക്കെ ആയിട്ട് നിറയെ ലീഫുകൾ വന്നിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് ഒന്ന് സ്റ്റക്ക് ആവുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ റെസൊല്യൂഷൻ കണ്ടോ, അവിടെ മീഡിയം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇങ്ങനത്തെ റെസൊല്യൂഷൻ കുറച്ച് വെക്കാൻ പറ്റൂ കേട്ടോ. ഔട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് റെസൊല്യൂഷൻ കൂട്ടിയെടുക്കാം. ഓക്കെ അല്ലേ. ഇപ്പൊ ഞാൻ തൽക്കാലം ലോല് അല്ലെ മീഡിയത്തിൽ ഇടുകയാണ്. എനിക്ക് എവിടെയാണ് സ്റ്റക്ക് ആവുന്നത് അന്നേരം ചെയ്താൽ മതി. ഓക്കെ അല്ലേ. പിന്നെ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ക് മരത്തിനും ടെക്സ്ചർ കൊടുക്കണം അല്ലേ. ബാക്കി ഒരുപാട് ഓപ്ഷൻ കിട്ടും, ഒരുപാട് കസ്റ്റമൈസേഷൻ ഉണ്ട്. പക്ഷേ തൽക്കാലം ഇപ്പം അത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് അത് തൽക്കാലം ജസ്റ്റ് ട്രീ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ള ഒരു ഫസ്റ്റ് ക്ലാസ്സുള്ള രീതിയിൽ നമുക്ക് പോകാം അല്ലേ. അപ്പോൾ ഞാൻ ഈ മരത്തിനൊരു ടെക്സ്ചർ ആഡ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഇവിടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞ് റൈറ്റ് സൈഡിലായിട്ട് ഒരു വിൻഡോ ആണ് വെച്ചാൽ മെറ്റീരിയലാണ് നമുക്കറിയാമല്ലേ, നമ്മൾ മെറ്റീരിയലാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ പ്ലസ് കൊടുക്കുക. പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത ടെക്സ്ചറുകൾ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഇവർ VFX എന്ന ഫോൾഡറിൽ സാമ്പിൾ ആയിട്ട് കുറച്ച് ടെക്സ്ചറുകൾ തരുന്നുണ്ട്. ജസ്റ്റ് സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ ഫോൾഡർ മാറ്റി കൊടുത്ത് നമ്മൾ എവിടെയാണോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണോ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് ആ ഫോൾഡറിൻ്റെ അകത്ത് നമ്മുടെ ടെക്സ്ചറിനെ കാണിച്ചു കൊടുക്കുക. ഓപ്പൺ ചെയ്യാം. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇതുപോലൊരു ടെക്സ്ചർ നമുക്ക് അപ്പിയർ ആവും. ഇതിങ്ങനെ റൗണ്ട് അടിച്ച് നോക്കിയാൽ നമുക്ക് മൊത്തം കാണാൻ പറ്റും അല്ലേ. ഇനി നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തിന് മാക്സിമം സൂം ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ഒരു കൈ കണ്ടോ, ഈ കൈ ജസ്റ്റ് ഇവിടുന്ന് വലിച്ചിട്ട് ഇവിടേക്ക് കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ മതി. ഓക്കെ, കണ്ടല്ലേ, സിമ്പിൾ അല്ലേ. വളരെ സിമ്പിൾ ആയിട്ട് നല്ല അടിപൊളി ടെക്സ്ചറിങ് മരത്തിൽ വന്നു അല്ലേ. ഇത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വേറെ വേറെ മരത്തിന് ടെക്സ്ചറുകൾ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ചില്ലിക്കൊക്കെ ആ കളർ വരും, വേറെ ഒന്നും നോക്കാമല്ലോ. അടുത്ത ഇലയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നേരെ ഇതേപോലെ തന്നെ ഇവിടെ വീണ്ടും പ്ലസ്സിൽ വരിക. അപ്പൊ ഇതിൽ ഇവർ തൽക്കാലം തരുന്ന ഒരു ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സാമ്പിളിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഗെയിമിൻ്റെ അകത്ത് ലീഫ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അവർ തരുന്ന ഒരു ലീഫ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വേറെ ലീഫുകൾ ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു PNG ഫയലിനെ എടുത്താൽ മതി. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അത് നേരത്തെ ഇവിടെ വന്ന പോലെ തന്നെ ഇവിടേക്ക് അപ്പിയർ ആവും കേട്ടോ. ഓക്കെ അല്ലേ, കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് വേറെ നമ്മുടെ ബ്ലണ്ടറോ സിനിമ 4D ഉണ്ടോ ലെഞ്ചിനോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് വീണ്ടും ടെക്സ്ചർ ചെയ്യാൻ പറ്റും കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഇവിടുന്ന് ടെക്സ്ചർ ചെയ്യാത്രേ ഉള്ളൂ. ജസ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ചെയ്യുക, ഏതെങ്കിലും ഒരു ഇലയിലേക്ക് കൊണ്ടുവയ്ക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ വളരെ കുറഞ്ഞ ഇലകളേ ഉള്ളൂ അല്ലേ. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടപ്പോൾ ഒരുപാട് ഇലകൾ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ കുറഞ്ഞ ഇലകളേ ഉള്ളൂ. ജസ്റ്റ് വീണ്ടും ഇലയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഓളിൽ വരിക. നമ്പർ കണ്ടോ, നമ്പേഴ്സ് വരും 100 കൊടുക്കുക. എത്ര എണ്ണം കൊടുക്കുക കേട്ടോ. നമ്മുടെ സിസ്റ്റത്തിന് എത്രത്തോളം താങ്ങാനേ പറ്റുമോ അത്രത്തോളം കൊടുക്കാം. പിന്നെ ഒന്ന് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക ഭംഗി ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതേപോലെ പുറത്തേക്ക് ചാടിപ്പോയാൽ ഡബിൾ ക്ലിക്ക് അടിച്ചു കൊടുത്താൽ തിരിച്ച് മരം വരും കേട്ടോ. അല്ല, ഒരുപാട് ഇലകളായി അല്ലേ, വളരെ കൂടുതൽ ഇലകളായിപ്പോയി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുക. നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ ഉള്ളിൽ വരിക. 200 എന്നുള്ളൊരു 50 ആക്കി നോക്കുക. നമുക്ക് എവിടെയാണ് കംഫർട്ടായിട്ട് കിട്ടുന്നത് ആ രീതിയിലേക്ക് നമ്മൾ ഇലകളെ മാറ്റിയിടാം. അത്യാവശ്യം ഒരു ഡീപ്പ് ട്രീ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നിറയെ സംഭവങ്ങളുള്ളൊരു ട്രീ ആയില്ലേ. ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ കുറച്ച് നോക്കാം. ഒരു 20 കൊടുത്ത് നോക്കാം എത്ര എങ്ങനെ ഉണ്ടാവുന്നത്. 20 എന്നുള്ള എത്രയും തന്നെ വരുന്നത് നമ്മുടെ ട്രങ്കുകൾ അത്രയും കൂടുതലുണ്ട് കേട്ടോ. ഓരോ ട്രങ്കിന്റെ മുകളിലും 20 വെച്ചിട്ട് വരുന്നുണ്ട്. സോറി, ഇതില്ലേ ഓരോ ബ്രാഞ്ചിന്റെ മുകളിലും 20 വെച്ച് വരുന്നുണ്ട്. 10 ആണെങ്കിലോ. സാധാരണ ഒരു മരം ഇങ്ങനെയൊക്കെ ഉണ്ടാവുക, അധികം ഇലയൊന്നും ഇല്ലാതെ 20 കൊടുക്കണം. കുറച്ചൊരു ഭംഗിയുണ്ട്. ഞാൻ കംഫർട്ടാണ്, നല്ലൊരു ട്രീ അല്ലേ.
പിന്നെ നമുക്ക് ഈ ട്രീനെ വേറെ ഏതെങ്കിലും മോഡലിൽ കാണണമെങ്കിൽ റണ്ടർ എന്നുള്ള ഈ ഓപ്ഷൻ മാറ്റി ഇവിടെ ഓപ്ഷൻ മാറ്റിയിട്ട് സ്ക്രിബ്ഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റി കഴിഞ്ഞാൽ വേറെ ടൈപ്പിൽ കാണാൻ പറ്റും. അതേപോലെ ഇവിടെ ഒരു ഓപ്ഷൻസ് ഇല്ലേ താഴേക്ക് അത് ഓരോന്നോരോന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വയർ ഫ്രെയിം ആയിട്ട് ഇതിൻ്റെ പോളി ടൈപ്പിലൊക്കെ അല്ലേ അങ്ങനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. സ്റ്റെക്കായിരുന്നു കണ്ടോ. ഇതേപോലെ വയർ ഫ്രെയിം മോഡിലൊക്കെ കാണണമെങ്കിൽ ഈ ഒരു റണ്ടർ എന്നുള്ള ഓപ്ഷൻ മാറ്റി കൊടുത്താൽ മതി. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങളെല്ലാം എടുത്ത് നോക്കാം കേട്ടോ. സ്റ്റാൻഡേർഡ് മോഡ് തന്നെ ഇട്ടിട്ട് ഇനി നമുക്ക് ഇത് ഇളകുന്നത് കാണണമെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെനു അപ്പിയർ ആട്ടോ. അവിടെ വിൻഡ് ഓൺ ചെയ്യാം. വിൻഡ് ഓൺ ചെയ്തിട്ട് അവിടെ നമുക്ക് വിൻഡിന്റെ സ്ട്രെങ്ത് ഒക്കെ ഇവിടെ എനേബിൾ ഉണ്ടോ, എനേബിൾ ഒന്ന് ഓൺ ചെയ്തിട്ടാണ്ടോ. ആഹാ അടിപൊളി അല്ലേ, നല്ല മഴയൊക്കെയുള്ള സമയത്തുള്ള കാറ്റാണിത്. വേണമെങ്കിൽ ഫാൻ ഇങ്ങനെ ഇങ്ങോട്ടേക്കൊക്കെ തിരിച്ചു വെച്ച് കൊടുത്താൽ അതിനനുസരിച്ച് എങ്ങോട്ടെങ്കിലും തിരിയും, കാറ്റിന്റെ ദിശയൊക്കെ തിരിയും കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്കിവിടെ സ്പീഡ് കൂട്ടാം കേട്ടോ. 1 വരെയാണ്, 0 മുതൽ 1 വരെയാണ് കണ്ടോ. മഴ പാറിപ്പോലെ. അയ്യോ മരത്തിനോട് ഒരു പാവം തോന്നുന്നു. 0.1 ഒക്കെ മതി. ഇവിടെ കുറഞ്ഞു വരുന്നത് കേട്ടോ. ഞാൻ കുറയ്ക്കുന്നതല്ലേ ഓട്ടോമാറ്റിക് കുറയുന്നത് കേട്ടോ. വേണ്ട, ഇങ്ങനെയാണ് നമ്മൾ സ്പീഡ് ട്രീയിൽ ജസ്റ്റ് ഒരു ട്രീ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തമായ ടെക്സ്ചറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയുള്ള ട്രീകൾ കിട്ടും കേട്ടോ. ഓക്കെ, തൽക്കാലം നമുക്ക് ഇവിടെ നിർത്തിയിട്ട് എക്സ്പോർട്ട് ചെയ്യാം അല്ലേ. ഇനി നമുക്ക് കൂടുതൽ അഡ്വാൻസ് വീഡിയോകൾ ചെയ്യണം. നല്ല ഭംഗിയുള്ള മരങ്ങൾ എങ്ങനെ പല കസ്റ്റമൈസേഷനിൽ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ നോക്കണം. അതുപോലെ വള്ളികൾ പടർന്നു പോകുന്ന രീതികൾ നോക്കണം. പുല്ലുകൾ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കണം. അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് നോക്കാനുണ്ട് അല്ലേ. അപ്പോൾ തൽക്കാലം നമുക്കൊന്ന് എക്സ്പോർട്ട് ചെയ്യാം. അവിടെ ഫയലിൽ വരാം. ഇതിൽ എക്സ്പോർട്ട് മെഷ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് വേറെ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. തൽക്കാലം ഞാൻ ഇതൊക്കെ കാണിച്ചു തരാണ്. എക്സ്പോർട്ട് മെഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഗെയിമിന്റെ ഓപ്ഷൻ ഉണ്ട്, അതിൽ അൺറിയൽ എഞ്ചിന് അതുപോലെ ഒരുപാട് സോഫ്റ്റ്വെയർ, യൂണിറ്റി സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം. ഇനി VFX മോഡിലാണെങ്കിൽ നമുക്ക് VFX ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ മായ, മാക്സ് സ്റ്റുഡിയോ, യൂഡിനി, ബ്ലെൻഡർ, സിനിമ 4D, സാധാ FBX എന്ന് പറഞ്ഞ ബേസിക് 3D മോഡൽ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബേസിക് 3D മോഡലായ FBXൽ ഔട്ട് എടുക്കുകയാണ്. FBX ക്ലിക്ക് ചെയ്യാണ്. ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾ നോക്കട്ടെ എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഫോൾഡറിലേക്കാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പിൽ FBX എന്നുള്ള ഫോർമാറ്റ് ഉണ്ടാക്കി അവിടേക്ക് ട്രീ എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്. ട്രീ 1 എന്ന് കൊടുത്തിട്ട് സേവ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു സോഫ്റ്റ്വെയറിലേക്ക് എങ്ങനെ ആഡ് ചെയ്യാന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് കാണിച്ചു തരാം. ഇനി നമുക്ക് ഇതിൻ്റെ വീഡിയോ ഇവിടുന്ന് ഔട്ട് എടുക്കാൻ പറ്റും തോന്നിട്ടോ, അതും കൂടെ ഒന്ന് നോക്കാം. ഫയലിൽ റണ്ടർ ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതുപോലെ എക്സ്പോർട്ട് ഇമേജസ് എന്നുള്ളതുണ്ട്, എക്സ്പോർട്ട് മെറ്റീരിയൽ ഉണ്ട്, എക്സ്പോർട്ട് ഇമേജ് സീക്വൻസ് ഉണ്ട്. എക്സ്പോർട്ട് ഇമേജ് സീക്വൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രം നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് നോക്കാം അല്ലേ. റണ്ടർ ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തിട്ട് ഡെസ്ക്ടോപ്പിലേക്ക് തന്നെ വന്നിട്ട് ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണേ. മാക്കിൽ ഓൾമോസ്റ്റ് ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും വരുന്നത് കേട്ടോ. അവിടെ എന്താ കൊടുക്കുക, ഇമേജ് ട്രീ എന്നുള്ളൊരു ഓപ്ഷൻ പേര് കൊടുത്തിട്ട് നമുക്ക് ഏത് മോഡലാണോ വേണമെന്ന് നോക്കാം. അവിടെ ബിറ്റ് മാപ്പ് ഉണ്ട്, PNG ഉണ്ട്, JPG ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. PNG കൊടുക്കാം. കൊള്ളാം അല്ലേ, നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിനിമ 4D ഓപ്പൺ ചെയ്യാണ്. ഇതേപോലെ തന്നെയാണ് മായയിലും അതുപോലെ ബ്ലെൻഡറിലോ വരിക കേട്ടോ. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ FBXൽ വരിക. അപ്പോൾ അതിൽ FBX നമ്മൾ ഫോർമാറ്റ് ഉണ്ടാക്കണം. ട്രീ 1 FBX നമ്മൾ ഫോർമാറ്റ് ഇത് നേരത്തെ വെക്കാം എക്സ്പോർട്ട് ചെയ്ത സംഭവങ്ങളാണ്. ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, എവിടേക്ക് ഇടുക, ഓക്കെ കൊടുക്കുക. ഉണ്ടോ മരം അപ്പിയർ ആയിട്ടോ, തിരിഞ്ഞാണ് വന്നേക്കുന്നത് അല്ലേ. ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് R ബട്ടൺ പ്രസ് ചെയ്യുക, ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നേരെ എടുത്ത് വെച്ചാൽ മതി. അവിടുന്ന് ടെക്സ്ചറിങ്ങിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നമുക്ക് മാറ്റാവുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ടെക്സ്ചർ വേണമെങ്കിൽ ഈ ടെക്സ്ചറിൻ്റെ സെറ്റിങ്സ് കുറച്ച് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ റിഫ്ലക്ഷനൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ റിയാലിറ്റി കിട്ടും. ഇപ്പോൾ കുറച്ച് ഭയങ്കരമായിട്ട് തിളക്കമുണ്ട് അല്ലേ, ഇലക്കുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം. സിനിമ ബോർഡിലാണ് ഇങ്ങനെയാണ് കേട്ടോ. ഇനി മായയിലും ബ്ലെൻഡറിലൊക്കെ അണ്ടർ എഞ്ചിനിലൊക്കെ ഇതുപോലെ തന്നെ കൊണ്ടുപോയിടാം. അണ്ടർ എഞ്ചിനിൽ ഇടുന്ന സമയത്ത് കുറച്ച് വ്യത്യാസമുണ്ട്, കാണിച്ചു തരാം. അണ്ടർ എഞ്ചിൻ ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. അണ്ടർ എഞ്ചിനിലാകുമ്പോൾ നമുക്ക് നേരെ ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരില്ല. അതിന് പകരം ഇവിടെ കണ്ടന്റ് ബ്രൗസർ ഉണ്ട്, കണ്ടന്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഏത് ഫോൾഡറിലേക്കാണ് അതിൻ്റെ ഫോൾഡർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്താൽ ന്യൂ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ പേരെന്താ, സ്പീഡ് _ ഇവിടെ സ്പേസ് അവൈലബിൾ അല്ല കേട്ടോ. സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ആവില്ല. അത് നമുക്ക് ഇതേപോലെ _ ആണില്ല. എന്നിട്ട് ആ ഫോൾഡർ ഓപ്പൺ ചെയ്യും. ജസ്റ്റ് ഡെസ്ക്ടോപ്പിൽ FBX
ജസ്റ്റ് ട്രീ 1 ഇവിടേക്ക് ആഡ് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം. ഞാൻ ഈ FBX ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഒരുവിധം എല്ലാ സോഫ്റ്റ്വെയറിലും FBX സപ്പോർട്ട് ചെയ്യും, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മെഷിൽ നിന്ന് 2 ഓപ്ഷൻ കാണാൻ പറ്റും. ഒന്ന് ഇലയുടെ മെഷും ഒന്ന് ട്രീയുടെ മെഷും, രണ്ടും സെലക്ട് ചെയ്യാം. എങ്ങനെ സെലക്ട് ചെയ്യുക? ഒന്ന് സെലക്ട് ചെയ്തതിന് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് അടുത്ത് സെലക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ കമാൻഡ് പ്രസ് ചെയ്യുക, വിൻഡോസിലാകുമ്പോൾ കൺട്രോൾ പ്രസ് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, സീനിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ സ്പീഡ് ട്രീൻ്റെ അകത്ത് നിന്ന് ട്രീ ക്രിയേറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് വേറെ സോഫ്റ്റ്വെയറിൽ ആഡ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ അല്ലേ? കൂടുതൽ അഡ്വാൻസ് ഉള്ള വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം അല്ലേ? അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.